നമുക്ക് ഫ്രീഡം 125 ഏതൊക്കെ വേരിയന്റുകളാണ് വരുന്നത്? നമുക്ക് 3 വേരിയന്റ് ആണ് ഫ്രീഡം 125 വരുന്നത്. നമുക്ക് അതിന്റെ സ്റ്റാർട്ടിംഗ് ബേസ് മോഡൽ വന്നിട്ട് 95,000 രൂപ എക്സ് ഷോറൂം പ്രൈസിലാണ് വരുന്നത്. തൊട്ടടുത്ത് 1 ലക്ഷം രൂപ, പിന്നീട് 1,10,000 രൂപയുടെ വേരിയന്റും വരുന്നുണ്ട്. ഇതിന്റെ ഡിഫറൻസ് എങ്ങനെയെന്ന് പറയുമ്പോൾ 1,10,000 എക്സ് ഷോറൂം പ്രൈസിന്റെ വണ്ടി വരുമ്പോൾ നമുക്ക് LED ലാമ്പ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട്. 1,00,000 മോഡൽ വരുമ്പോഴേക്കും നമുക്ക് ഡിസ്ക് വരുന്നില്ല, ഡ്രം ബ്രേക്ക് ആണ്, ബട്ട് LED ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ബേസ് മോഡൽ വരുമ്പോഴത്തേക്കും നമുക്ക് ഡിസ്ക് ബ്രേക്ക് വരുന്നില്ല, LED വരില്ല. നോർമലി ഹാലജൻ ലാമ്പാണ് സർ വരുന്നത്. നമുക്ക് ഇതിനകത്ത് കളർ ഓപ്ഷൻ എന്തൊക്കെയാണ് വരുന്നത്? സർ ഇതിന്റെ പ്രധാന പ്രത്യേകത അത് തന്നെയാണ്. നമുക്ക് 7 കളറുകളാണ് സർ വരുന്നത്. നമുക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഇപ്പൊ റെഡ്, ബ്ലൂ, ബ്ലാക്ക്, ഗ്രേ അങ്ങനെ 7 നിറങ്ങളിൽ നമുക്ക് ഈ വണ്ടി വരുന്നുണ്ട്. നമുക്ക് ഇതിന്റെ CNG ടാങ്ക് എവിടെയാണ് പ്ലേസ് ചെയ്തേക്കുന്നത്? സർ നമ്മുടെ ഈ സീറ്റിംഗിന്റെ അടിയിലാണ് നമുക്ക് CNG ടാങ്ക് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ജസ്റ്റ് ഏതാണ്ട് ഇവിടെ കീ കൊടുത്തിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യുവാണെങ്കിൽ ഇതാണ് നമ്മുടെ CNG ടാങ്ക് വരുന്നത്. നമുക്ക് നല്ല സേഫ്റ്റി ഉണ്ട്. ഇത് നമുക്കൊരു ട്രെല്ലിസ് ഫ്രെയിം വെച്ച് നമ്മൾ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു എക്സ്റ്റേണൽ ഷീൽഡ് കൂടി നമുക്ക് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഈ വണ്ടി ഒരുപാട് സേഫ്റ്റി ടെസ്റ്റ് 11ഓളം സേഫ്റ്റി ടെസ്റ്റ് കഴിഞ്ഞിട്ടുള്ളതാണ്. നമുക്ക് വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്നും സൈഡിൽ നിന്നും ബാക്കിൽ നിന്നും ഒക്കെ വണ്ടി വന്നിരിക്കുകയും ടിപ്പർ ഇതിന്റെ മുകളിലൂടെ കയറ്റിയിട്ടൊക്കെയുള്ള സേഫ്റ്റി ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോഴൊന്നും തന്നെ നമുക്ക് ഈ CNG ടാങ്ക് ഈ പ്ലേസ്മെന്റ് മാറിയിട്ടില്ല. ഇവിടെ തന്നെ അൺചേഞ്ച് ആയിട്ട് ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ പെസോ സർട്ടിഫൈഡ് ആണ് നമ്മുടെ ഗവൺമെന്റിന്റെ പെട്രോളിയം ആൻഡ് എക്സ്പ്ലോസീവ് സേഫ്റ്റി ഓർഗനൈസേഷന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട് ഈ പ്രോഡക്റ്റിന്, ഈ സിലിണ്ടർക്ക്. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് വെയിലത്ത് വയ്ക്കുന്നതിന് എന്തെങ്കിലും പ്രശ്നം വല്ലതും ഉണ്ടോ? ഈ നമ്മുടെ CNG എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം 540 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ വരുമ്പോഴത്തേനും മാത്രമാണ് അത് എക്സ്പ്ലോഷന് സാധ്യതയുള്ളൂ. ശരിക്കും പെട്രോളും ഡീസലും നമുക്ക് സേഫ്റ്റി കുറവ് പറയേണ്ടത്. കാരണം അത് 250, 300 ഒക്കെയാണ് ഡിഗ്രി സെൽഷ്യസ് അതിന്റെ പൊട്ടിത്തെറി വരുന്നത്. പക്ഷെ ഇതിപ്പോ 540 ഡിഗ്രി ആണ്. അപ്പൊ അത്രയും സാധ്യതയില്ല, തീരെ സാധ്യത ഇല്ലെന്ന് തന്നെ പറയാം. ഇല്ലെന്ന് തന്നെ പറയാം. നമുക്ക് ഇതിനകത്ത് CNG ടാങ്ക് വരുന്നുണ്ട്. ഇപ്പം ഇതിന്റെ ഒരു എക്സ്പയറി കാണത്തില്ല ടാങ്കിന്. അപ്പൊ അതിന്റെ ഒക്കെ എങ്ങനെയാണ് കാര്യങ്ങൾ? 3 വർഷം കൂടുമ്പോൾ നമ്മൾ ഈ CNG സിലിണ്ടർ ചെക്ക് ചെയ്യണം. 3 വർഷത്തിൽ ഒരിക്കലും മാത്രമാണ് അത് പറയണത്. അത് നമുക്ക് സർവീസ് സെന്ററിൽ കൊണ്ടുവരികയാണോ? അതെ സർവീസ് സെന്ററിൽ. അതിന്റെ വേറെ ഏതെങ്കിലും ടെസ്റ്റ് ചെയ്യുന്നിടത്ത് കൊണ്ടുപോകണ്ട അങ്ങനെ? ഇല്ല സർ, നമ്മുടെ ഓതറൈസ്ഡ് സർവീസ് സെന്റേഴ്സ് ഉണ്ട്, അവിടെ തന്നെ കൊണ്ടുവരുന്നാൽ മതി. 3 വർഷത്തിൽ ഒരിക്കൽ. നമുക്ക് ഫ്യൂൽ കപ്പാസിറ്റിക്ക് എത്രയാണ് വരുന്നത്? സർ നമുക്ക് ഇവിടെയാണ് നമുക്ക് ഇതിന്റെ ടാങ്കിന്റെ എൻട്രൻസ് കൊടുത്തേക്കുന്നത്. ഇതാണ് നമ്മുടെ CNG ടാങ്ക് വരുന്നത്. അതുപോലെ ഇതാണ് പെട്രോൾ ടാങ്ക്, നോർമൽ പെട്രോൾ ടാങ്ക് വരുന്നത്. CNG ആകുമ്പോൾ നമുക്ക് 2 കിലോ CNG ആണ് ഇതിന്റെ കപ്പാസിറ്റി വരുന്നത്. 1 കിലോ CNG കൊണ്ട് നമുക്ക് ഏകദേശം 105 കിലോമീറ്ററോളം പോകാൻ പറ്റും. ഇപ്പോൾ 2 കിലോ CNG ആണ് നമുക്ക് ഏകദേശം 210 കിലോമീറ്റർ വരുന്നുണ്ട് അതിന്റെ റേഞ്ച്. പെട്രോൾ നമുക്ക് 125cc വണ്ടിയാണ്, അതുകൊണ്ട് നമുക്ക് 65 കിലോമീറ്റർ ആണ് മൈലേജ് വരുന്നത്. അപ്പോൾ 2 ലിറ്റർ പെട്രോൾ ആണ് കപ്പാസിറ്റി. അപ്പോൾ 2 ലിറ്റർ പെട്രോളിന്റെ ഏകദേശം 130 കിലോമീറ്റർ ആണ് പോകാൻ പറ്റുക. അപ്പോൾ 2 കിലോ CNGയും 2 ലിറ്റർ പെട്രോളും കൂടെ വരികയാണെങ്കിൽ ഏകദേശം 340 കിലോമീറ്റർ വരെ നമുക്ക് ഒറ്റത്തവണ ഈ വണ്ടിയിൽ യാത്ര ചെയ്യാൻ പറ്റും സാർ. അതുപോലെ തന്നെ നമുക്ക് വേറൊരു പ്രത്യേകത, നമുക്ക് ഇവിടെ ഇഷ്ടാനുസരണം സ്വിച്ച് ചെയ്യാൻ സാധിക്കും. ഇപ്പൊ CNGയുടെയും പെട്രോളിലേക്കും സ്വിച്ച് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ഒരു ദിവസം ആദ്യം വണ്ടി എടുക്കുമ്പോഴത്തേക്കും നമ്മൾ കിക്ക് സ്റ്റാർട്ട് പറയാറില്ലേ നോർമലി വെഹിക്കിൾസിന്, അതുപോലെ തന്നെ നമ്മൾ പെട്രോൾ തന്നെ ജസ്റ്റ് ഒരു ദിവസം ആദ്യമായിട്ട് വണ്ടി എടുക്കുമ്പോൾ പെട്രോൾ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. പിന്നീട് നമുക്ക് പെട്രോളോ CNGയിലോ ഇഷ്ടാനുസരണം സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ വണ്ടി റൈഡിങ് സമയത്ത് തന്നെ നമുക്ക് മാറ്റി സ്വിച്ച് ചെയ്യാനും പറ്റും, പെട്രോളിൽ നിന്ന് CNGയിലേക്കും CNGയിൽ നിന്ന് പെട്രോളിലേക്കും. ഇതിന്റെ ഫിനാൻസിന്റെ ഒക്കെ എങ്ങനെയാണ് സർ? നമുക്കിപ്പോൾ ഒരു ഓഫർ ഉണ്ട്. നമ്മളിപ്പോൾ ഈ വണ്ടി എടുക്കുകയാണ്, CNGയുടെ ഫ്രീഡം 125 ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ 4,999 രൂപയാണ് ഡൗൺ പേയ്മെന്റ് വരുന്നത്. ബാക്കി നമുക്കിവിടെ ഫിനാൻസേഴ്സ് ഉണ്ട്. നമുക്ക് നമ്മുടെ തന്നെ ബജാജ് ഫിനാൻസേഴ്സ് ഇവിടെയുണ്ട്. വളരെ കുറഞ്ഞ ഇൻട്രസ്റ്റിലാണ് നമുക്ക് EMI ചെയ്തു തരുന്നത്. 1 വർഷം മുതൽ 4 വർഷം വരെ നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് നമുക്ക് ടെനർ തീരുമാനിക്കാം, EMI ഫിക്സ് ചെയ്യാം. നമുക്ക് ഇതിന് മന്ത്ലി അടവ് അന്നേരം എത്രയൊക്കെ വരുമായിരിക്കും ഏകദേശം? ഒരു എക്സാമ്പിൾ പറയാം സാർ. ഇപ്പം നമ്മൾ 95,000 എക്സ് ഷോറൂം പ്രൈസുള്ള ബേസ് മോഡൽ എടുക്കുവാണെങ്കിൽ നമ്മൾ ആദ്യം 4,999 രൂപയാണ് ഡൗൺ പേയ്മെന്റ് ചെയ്യുന്നെങ്കിൽ 4 വർഷത്തേക്ക് നമുക്ക് മന്ത്ലി EMI ഏകദേശം 3,200 രൂപയൊക്കെ തന്നെ വരുള്ളൂ. ഇതിന്റെ ബേസിക് ഫീച്ചേഴ്സ് ഒക്കെ എന്തൊക്കെയാണ് വരുന്നത്? സർ നമുക്ക് ഫുള്ളി ഡിജിറ്റൽ സ്പീഡോമീറ്റർ ആണ് സാർ വരുന്നത്. നമുക്ക് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്. നമുക്ക് വണ്ടി റൈഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ഫോൺ കയ്യിലെടുക്കാതെ തന്നെ നമുക്ക് നമ്മുടെ ഡിസ്പ്ലേനകത്ത് ആരാ വിളിക്കുന്നതെന്ന് കാണാൻ പറ്റും. നമുക്ക് ഇവിടെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്, കോൾ ആൻസർ ചെയ്യാനും ഡിസ്കണക്ട് ചെയ്യാനും സാധിക്കുന്നതാണ്. അതുപോലെ നമുക്ക് മൊബൈൽ ഫോൺ ചാർജിങ് പോർട്ട് ഉണ്ട്, USB ചാർജിങ് പോർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നല്ല വൈഡ് ആയിട്ടുള്ള ഹാൻഡിൽ ബാർ ആണ് കൊടുത്തേക്കുന്നത്. അതുപോലെ നമുക്ക് ഇവിടെ ഫ്രണ്ടിൽ ടെലിസ്കോപ്പിക് സസ്പെൻഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ മോണോഷോക്ക് സസ്പെൻഷൻ ആണ്. നമുക്കപ്പോൾ അൺഈവൻ റോഡ്സിലൊക്കെ പോകുമ്പോഴേക്കും ഈ വൈഡ് ഹാൻഡിൽ ബാറും അതുപോലെ സസ്പെൻഷൻ മോണോഷോക്ക് ആണ്. അതുകൊണ്ട് നമുക്ക് കംഫർട്ടബിൾ ആയിരിക്കും. നമുക്ക് ഗട്ടറിലൊക്കെ കയറി ഇറങ്ങുമ്പോഴേക്കും നമുക്ക് ബാലൻസ്ഡ് ആയിട്ട് വണ്ടി എടുക്കാൻ പറ്റും. അതുപോലെ നോക്കും നമുക്ക് നല്ല നീളമുള്ള സീറ്റാണ് കൊടുത്തേക്കുന്നത്. ഒരു ഫാമിലിക്ക് ലൈക്ക് ഹസ്ബൻഡ്, വൈഫ്, കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല കംഫർട്ടബിൾ ആയിട്ട് തന്നെ പോകാൻ പറ്റും.
ഓക്കെ, നമ്മുടെ വണ്ടിക്ക് നല്ല കർബ് വെയിറ്റ് ഉണ്ട്. 148 കിലോ ആണ് കർബ് വെയിറ്റ് വരുന്നത്. നമ്മൾ ഈ ഷോറൂം കറക്റ്റ് എവിടെയാണ് വരുന്നത്? സർ, നമ്മുടെ പയനീർ ബജാജ് ആണ് നമ്മുടെ ഷോറൂമിന്റെ പേര്. ഷോറൂം വരുന്നത് നമ്മുടെ ബേക്കറി ജംഗ്ഷനിൽ നിന്ന് വഴുതക്കാടേക്ക് വരുന്ന ഒരു വൺ വേ ഉണ്ട്. അതിൽ വൺ വേയിൽ റോഡിന്റെ ഇടതുവശത്തായിട്ടാണ് നമ്മുടെ ഷോറൂം വരുന്നത്. നമുക്ക് വഴുതക്കാട് നമ്മുടെ ഹെഡ് ഓഫീസാണ്. അതുപോലെ നമുക്ക് കുറച്ച് ബ്രാഞ്ചുകൾ ഉണ്ട്. തൊട്ടടുത്ത് തന്നെ ഈഞ്ചേക്കൽ, കൈമനം, പാറശാല, മലയങ്കീഴ്, അങ്ങനെ നിരവധി ബ്രാഞ്ചുകളുണ്ട് തിരുവനന്തപുരത്ത് തന്നെ.